ജോക്കി മറ്റേ സാധനം കണ്ടായിരുന്നു, നമുക്ക് വെളിയിൽ CP-നകത്തും വെളിയിൽ വെക്കാൻ പറ്റുന്ന ഡിസ്പ്ലേ. എവിടെ വെക്കാന്? ഇതെനിക്ക് മറ്റേ ബാംഗ്ലൂർ പോയപ്പോഴേ അവിടുത്തെ മറ്റേ ഇവിടുത്തെ അവര് തന്നതാ. മറ്റേ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഇല്ലേ അവിടെ. ഇത് കണ്ടോ, ഇത് മാഗ്നറ്റാ. ജോക്കി ലൈവ് നോക്കിയോ, ഇത് കണ്ടോ? ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ട് ചുമ്മാ ഇതിനകത്ത് ഇങ്ങനെ CPU ടെമ്പറേച്ചർ എന്തെങ്കിലും ഇടത് കണ്ടോ? നൈസ് അല്ലേ? കണ്ട ഇത് മാഗ്നറ്റാ, എവിടെ വേണേലും ഒട്ടിയിരുന്നോളൂ. ഇതാണ് സാധനം. എടാ PC-യിൽ എവിടെ വേണേലും ഒട്ടിയിരുന്നോളൂ. സ്റ്റീലിനടക്ക് ബ്രാഗ് ഇട്ടോണ്ടിരിക്കുവല്ല നിന്റെ കൂട്ടവൻ. അളിയ അത് അണ്ണാക്കി കിട്ടിയത് അളിയ, നീ അവിടെ വാങ്ങിച്ചു വെച്ചോ. എന്നെ പറഞ്ഞു നീ തന്നെ അതിന് ആയിപ്പോ അതെല്ലാരും അക്സെപ്റ്റ് ചെയ്തോ മാഷെ, അത് വായിൽ കിട്ടി കണ്ടോ. അളിയ അടുത്ത റേസ് ഗൈസ് ഇതുപോലെ. ഇത് ഞാൻ തുടക്കത്തിൽ ഒരു കഴ കാണിച്ചായിരുന്നു. തുടക്കത്തിൽ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ നിങ്ങൾ ആരെങ്കിലും? തുടക്കത്തിലേ ഞാനൊരു മുട്ടൻ അല്ലല്ലേ, ഞാൻ അതൊരു മൊമെന്റം അങ്ങ് പോയി മനസ്സിലായപ്പോഴത്തേക്ക് നിന്നെ അതൊരു ഡിസ്റെസ്പെക്ട് ആണ് ഞാൻ നിനക്ക് നിർത്തി. അതെന്റെ മൈൻഡിൽ കിടന്നു, മനസ്സിലായോ? ജോഗി ഞാൻ ഏറ്റു. ജോഗി ഗ്യാസ് വന്നോ? ഫാസ്റ്റ് അല്ലേ? ഫാസ്റ്റ് വൈസ് അല്ലേ ഇടണേ? ഇത്ര എടുക്ക്. അഹങ്കാരം കണ്ടോടാ, എന്തോ എടുക്കാൻ. കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് ആയി പയ്യന്. ഇപ്പം 10,000 പ്ലസ് ആയി. ഇനി 1 മിനിറ്റ് കഴിഞ്ഞാൽ ബാങ്കിൽ 15,000 പ്ലസ് ആവും. 15,000-ഓളം. കയ്യെ നിനക്കെന്തരാ മന്തിയാ? അവന് നിന്റെ ചന്തിയാ കൂടുതൽ ഇഷ്ടം. കോമഡി തിരിച്ചടിക്കും. തോൽവിന്റെ വിഷമങ്ങൾ അതൊക്കെ. ജോക്കി ദിസ് ഈസ് ഫോർ യു. ജോക്കി എന്ന് ഗോകുവിന്റെ നെഞ്ചത്ത് കാല് എവിടെ യു സ്റ്റുപ്പിഡ് മങ്കി ഫേസ് എന്ന് പറഞ്ഞോണ്ട് ഞാൻ ജോക്കിക്ക് വേണ്ടി ഈ റൈസ് എടുത്തു തരും. ഫസ്റ്റ് ആയിട്ട് ദിസ് ഈസ് ഫോർ ജോക്കി എന്ന് പറയണം. അതെ, ദിസ് ഈസ് ഫോർ ജോക്കി. അറിയ ജോക്കി കൂടി പോയ 5,000 രൂപ തരും നിനക്ക്. കാരണം ഇതിനകത്ത് 5,000 അങ്ങ് കുറയുമല്ലോ. ഇതെന്റെ കോൺഫിഡൻസ് ആവാ. ഫുള്ളി ഫോക്കസ്ഡ്. ഇതെന്തിരുത്? സൂപ്പർ. 13 ലാപ്പ്. കറങ്ങും വണ്ടി. അടി കൂടെ കയറി പോയി. ഈ വണ്ടി ഓഫ് റോഡ്. ഒന്ന് ഗോസ്റ്റ് മോഡ് മാറിയിരുന്നെങ്കിൽ ഇടിച്ചും കിട്ടായിരുന്നു. നമ്മ പയ്യൻ ഈസ് ഫ്ലൈയിങ് എടാ, ഫ്ലൈയിങ്. അടിമടി അപ്പൊ എന്റെ പേര് അള്ളാണ് മുത്തേ. ഇത് കൈ നിൽക്കുന്നില്ല. ഇത് എന്ത് വണ്ടി? പോയി കംപ്ലീറ്റ് നോക്കിയേ അടിക്കാം.
എല്ലാം നോയി കാരണം ഐഡിയ ഇല്ലെങ്കിൽ എവിടെ എത്തേണ്ടായിരുന്നു. ബോട്ടൊക്കെ ഏതോ മൂലയില ബോട്ട് എന്തിയടാ അയറക്കാൻ പോയോ വൈക്കോലാണോടാ കണ്ടി കോട്ടിന്റെ കണ്ടി മിണ്ടുന്നില്ല കേട്ടോ. ഹലോ കേക്കാം ചേട്ടാ കേക്കാം. ചോദിച്ചോണ്ടിരിക്കും വർത്താനം പറയാറുണ്ട് കേട്ടോ. അതിന്റെ ഗോട്ടിന്റെ വൈക്കോല് കമ്പാക്ക് ഉണ്ടാവും. വെയിറ്റ് ചെയ്ത് ചേട്ടാ വെയിറ്റ് ചെയ്യും. ഫേക്ക് കമ്പാക്ക് ഇല്ല, ഇത് ഒറിജിനൽ കമ്പാക്ക്. നമ്മുടെ പയ്യൻ ഈസ് ഫ്ലൈയിങ് മനസ്സിലായോ? വരുന്നു ബാക്കിലുണ്ട്. only 16 seconds away. മനസ്സിലായി ബാക്കിലുണ്ട്. മിസ്റ്റേക്സ് ജെക്സിനോടെ മിസ്റ്റേക്ക് എന്റെ കയ്യിരിക്കുന്ന 5000 രൂപ മിസ്റ്റേക്ക് അടിക്കാൻ നേരെ അങ്ങോട്ട്. അത് ആ തൂണി കൊണ്ടിരിക്കും. ഗോട്ടാണോ തുണി കൊണ്ടിടിച്ചത്? ഗോട്ടാണ് തുണി കൊണ്ടിടിച്ചത്. അതെ അതെ ചേട്ടാ അതെ. തുണിയിൽ സന്തോഷം വെച്ചിട്ട് പോകുന്നതാണെന്നൊക്കെ. സന്തോഷം വെച്ചിട്ട് എന്താ അവസ്ഥ. ഞാൻ അറിഞ്ഞിട്ടുള്ളത് കമ്പാക്ക് കിങ് മനസ്സിലായി. 5 അല്ലളിയാ 10 എടുത്ത് 10 ആക്കിക്കോളിയാ ഇത്. ആ ചേട്ടാ അത് കുറച്ച് ഇവനെ പോപ്പിച്ചിട്ട് നാം പുട്ടുപോലെ അടിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. മക്കളെ 10,000 രൂപയാടാ ചേട്ടൻ പൈസ ആക്കിയടാ. 10,000 ഓവർ കോൺഫിഡൻസ് ആവും ചേട്ടാ. അവന് 20 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡായി. അത് നമ്മുടെ ചെറുക്കൻ മിസ്റ്റേക്ക് കാണിച്ചോണ്ടാ. ദൈവത്തെ ഓർത്ത് വന്ന് വണ്ടിയിൽ എങ്ങാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നാളെ വീട്ടിൽ കയറി വന്നിന്റെ കുഞ്ഞാണി പിടിക്കാൻ സിപ്പിട്ടു. മനസ്സിലായോ? നീ അത് തുടരണ്ട കളിയാ. വീട് ഓർമ്മയുണ്ടോ? അവന് ഇഷ്ടപ്പെട്ടാ ഞാനൊരു കാര്യം പറഞ്ഞോടാ. നേരത്തെ ആക്സിഡന്റ് ഇത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ദീമാ അവനെ ഞങ്ങൾ സൈഡിലോട്ട് കയറ്റി വിടറാ. കയറ്റി വിടണ്ട പോ. ആ മൂലയിലാണ് പോയി. ഏതാ ഗോട്ട് എത്ര ഉണ്ടാ? എത്ര സെക്കൻഡ് ഉണ്ട്? കുറച്ചുള്ളൂ ഇടയ്ക്ക് മറ്റേ പുല്ല് പറിച്ചത് ഞാൻ നിർത്തിയായിരുന്നു ഇടയ്ക്ക്. അയവറക്ക് വന്നോടാ കോട്ടെ.
മക്കളെ അവൻ 23 സെക്കൻഡ് കുറവായി. 23 10 യോഗു 10. അതൊരു വലിയ മിസ്റ്റേക്കാണ്. ഞാൻ അത് കേറിയതാണ്. പട്ടി ഗോകു സ്ട്രീം നിർത്തി കേട്ടോ. അയ്യേ വാളം. ചേട്ടൻ ഇറങ്ങിപ്പോയി തോന്നട്ടെ. 24 സെക്കൻഡ് കൊടുക്കണം. ആ ഡീമ ഇടിയടാ ഡീമ. ഇടയ്ക്ക് ഡോണേറ്റിന്റെ മാസ് ഡയലോഗുകൾ വേണ്ട കേറുന്നു. ഞങ്ങളെല്ലാം വിശ്വാസം അവൻ തകർത്തു കളഞ്ഞു. ഞാൻ ആന്റിക്കാർഡും അല്ലായിരുന്നെങ്കിൽ നമ്മളെ ഒരുമാതിരി നീ മറ്റേ ഇത് ഡയലോഗ് അടിക്കല്ലേ, നീ മറ്റേ ഡയലോഗ് അടിക്കല്ലേ നീ. സെറ്റിംഗ്സ് മാറ്റിട്ട് ഒരു മാച്ച് കൂടെ വെച്ചോ അടുത്തത്. സച്ചിൻ എന്താ മോശം കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ് ഗ്രിപ്പ് ഇടാതെ കളിച്ചോണ്ടാന്ന് പറഞ്ഞ കണക്കായി പോലെ ഇത് കൂടുതലും എക്സ്ക്യൂസ് ഇറക്കല്ലേ നീ. നീ വെളിയിരുന്ന് കളിക്കുന്നത് എനിക്ക് മനസ്സിലാവൂലോ. അളയാ വെളിയിരുന്ന് കളിക്കുന്നതിന് ഞാനാളിയാ പൈസ ഇടാന്ന് പറഞ്ഞ മനസ്സിലായോ? നിന്റെ പൈസ അല്ല, നീ ഇവന്റെ പൈസ അല്ല, ഞാനാ പൈസ ഇടാന്ന് പറഞ്ഞ. അതൊന്നും എനിക്കറിയണ്ട, അത് നിന്റെ ഉത്തരവാദിത്വമായിരുന്നു. ഇറ്റ് വാസ് യുവർ ഫ്രീക്കിംഗ് റെസ്പോൺസിബിലിറ്റി, എന്റെ അല്ല. ഞാൻ കളിച്ച് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് എന്ത് പറ്റി. ഞാൻ തന്നെ ആലോചിച്ചോണ്ടിരിക്കുക നമ്മ പയ്യൻ ഈസ് ഫ്ലൈയിങ്. നീ അല്ലടാ കണ്ടി പറഞ്ഞ് കോട്ടിന്റെ കണ്ടി. ആ ഗ്ലൗസ് എടുത്തിട്ട് മമ്മിക്ക് മുളകരിയാൻ വേണ്ടി കൊടുക്കാൻ. അവൻ പോയടാ, അവൻ സ്കൈഡാക്സ് ഒക്കെ പോയി. അയ്യ കോക്കു അവനൊക്കെ വഴിവെട്ടി ഓടി. അവനൊക്കെ സ്കൈഡാക്സ് ഒക്കെ പോയടാ. അളിയാ ഒരു തോല് എടാ, എന്റെ ആ ഒരു ട്രസ്റ്റ് നോക്കണേടാ. 5-ന്ന് 10 ആക്കി നമ്മളൊക്കെ ധൈര്യത്തിൽ നമ്മൾ നിർത്തിയെ കൊടുത്തായിരുന്നു. എടാ 10 സെക്കൻഡ് നിർത്തി കൊടുത്താലും പിന്നെ 39 സെക്കൻഡ് ഉണ്ട്. വണ്ടി നിർത്തിയേ. വണ്ടി നിർത്തി എന്റെ സെറ്റിംഗ്സ് മാറി കിടക്കാം. അളേ ഇത് നമ്മൾ മനസ്സിലായാളിയാ, നിന്റെ ഓഫായി കിടക്കുന്ന മനസ്സിലായാലേ. ഇങ്ങനെ 100 വട്ടം പറയല്ലേ അളിയാ. ഇതൊക്കെ ഓണായി കിടന്നാണ്ടല്ലോ, എന്നെ തൊടൂലല്ലോ. അതെ, ഇതിപ്പോ തൊടുകയും ചെയ്തു, തോപ്പിക്കുകയും ചെയ്തു, ബെറ്റിന്റെ ഇത് നില്ലാവുകയും ചെയ്തു. കണ്ടി അവിടെ പോയിക്കായിരുന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി പോയ ചേട്ടാ. കണ്ടീന്ന് കോരിയാണ് കുടിക്കുന്നത്. ഓടിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായ. എനിക്ക് ഗിയോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമില്ല, മനസ്സിലായ. അതുകൊണ്ടാ ഞാൻ ഇതില് ഈ സെറ്റിംഗ്സിൽ ഞാൻ കളിക്കാത്ത, ഞാൻ ഇതിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ കഴിവ്. ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നേ? ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞ എത്ര സെക്കൻഡ് ഒരുത്തന്റെ സെറ്റിംഗ്സ് മാറി എന്നിട്ട് അവന്റെ അടുത്ത് ഡയലോഗ് അടിക്കാൻ നാടോട്ടാളിയാ. കുറച്ച് ഉളുപ്പുണ്ടാളിയാ നിനക്ക്.
കളിച്ചു ഇത്രയും. നമ്മള് ഫാസ്റ്റ് റേസ് ഇട്ടു, നോർമൽ ഇട്ടു, എല്ലാം ഇട്ടു. അതല്ല ഞാൻ കഴിഞ്ഞ കളിയാ മാറ്റിയത്. കഴിഞ്ഞ കളി ആവശ്യമുണ്ടോ? അത് എനിക്കറിയണോ? ഡയലോഗ് അടിക്കല്ലേ ഞാൻ തോന്നിക്കാത്ത ഓക്കെ ഡയലോഗ് അടിച്ചൂടെ? അതിന്റെ ഡയലോഗ് നിന്റെ മാറി കിടക്കാനുണ്ട് നിന്റെ ഞാൻ നോക്കണ്ട ആവശ്യമുണ്ടോ? ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന സെറ്റിംഗ്സ് അല്ല ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ടി 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 ഞാൻ തോന്നി ബ്രോ മതി മതി ബ്രോ മതി ബ്രോ മതി. ഗിവ് അപ്പ് ചെയ്യില്ല മനസ്സിലായി ഞാൻ ഗിവ് അപ്പ് ചെയ്യത്തില്ല ഹാൻഡിക്യാപ്ഡ് ആണ് അതുകൊണ്ടാണ് നീ സന്തോഷിക്കുന്നുള്ളത് നീ ഒന്ന് വിചാരിക്കണം ഞാൻ ഒരു കൈ വെട്ടിയാണ് കെട്ടിയാണ് കളിക്കുന്നത് വിചാരിച്ചാൽ എന്റെ ഔദാര്യം നീ രണ്ട് കൈയും കെട്ടിക്കളിയാ. എന്റെ സെറ്റിംഗ്സ് ശരിയാണെങ്കിൽ ഓരോരുത്തരും എന്നെ തൊട്ടില്ല മനസ്സിലായില്ലേ ജോക്കി ഇതാണോ നിങ്ങളുടെ എക്സ്ക്യൂസ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല അളിയാ എന്നാ പിന്നെ ഗോട്ടിന്റെ സെറ്റിംഗ്സ് മാറിയിട്ട് ഒരു കളികൾ കളിക്കാം. ഒരു കളികൾ കളിച്ചിട്ടേ പോകണല്ലോ നമ്മൾ ഇവിടുന്ന്. അത്രേ ഉള്ളൂ നിങ്ങൾ ഇതിനൊക്കെ വേണോടാ, ഇതിനൊക്കെ നമ്മൾ മുതിരണോ? പേടിയുണ്ട് കേട്ടോ, പേടിയുണ്ട് കേട്ടോ. പേടി ഒരു പേടിയില്ല. എനിക്കൊരു പേടിയില്ല. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്താ ഓഫ് കിടക്കുക ഇതൊക്കെ ചുമ്മാ പറയാം. ഇതൊക്കെ വെറും എക്സ്ക്യൂസ്. ഇല്ല ഇല്ല പ്രത്യേകിച്ച് പോയ ടൈമിൽ കളിക്കുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ലൈവ് എടുത്ത് നോക്കിയാൽ മതി അത് ഓഫ് ചെയ്ത് കാണിച്ചിട്ടു ചേട്ടൻ അങ്ങോട്ടൊരു കാര്യം ഓഫ് ചെയ്തു ന്യായത്തിന്റെ ഭാഗത്ത് അത്രേ ഉള്ളൂ. പക്കായിട്ട് ഞാൻ ഇതാക്കാണെങ്കിൽ ഞാൻ പറയും ഞാൻ തോറ്റു ഞാൻ ഒരു കാര്യം പറയട്ടെ കളിയാ. റേസ് ഉറങ്ങി പകുതി എത്തിയപ്പോഴാണ് നീ പറയുന്ന 5-10 ആക്കുന്നെങ്കിൽ ആക്കിക്കോന്നും പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്. പക്ഷെ ഞാനേ എനിക്ക് കാർ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ ഞാൻ ആലോചിച്ചു സാധനം ഓഫാകും. ഞാൻ ഡയലോഗ് അടിച്ചിട്ടാണ് ഞാൻ എല്ലാം ഓർത്തത്. മനസ്സിലായില്ലേ? അത് ഞാൻ സമ്മതിച്ചു തരും. നില്ലായി ഞാൻ കാരണം കാസ്ട്രോ കയറ്റി വിട്ട് തിരിച്ച് കാസ്ട്രോ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഞാൻ സ്ലോ ഒക്കെ ഇരുന്നീங்களോ ഒപ്പത്തിനൊപ്പം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ഇരിച്ചെന്ന്. എന്താണ് ഗ്യാസ് സ്റ്റോവ്? ചേട്ടാ ഒരു പെണ്ണിന്റെ സൗണ്ട് ഏത് ചേച്ചി? അളിയാ അളിയാ നീ ഫ്രണ്ടിലാട്ടോ അളിയാ ഇപ്പം. അളിയാ സ്പീഡിൽ പോണേ അളിയാ. ഈ സാധനം ഓടിക്കാൻ പോലും പറ്റത്തില്ല. അളിയാ നീ ഫ്രണ്ടിലാണേ അളിയാ നീ ഫ്രണ്ടിലാണേ. ഓ അളിയാ ഓ അളിയാ എനിക്ക് ഓടിക്കാൻ വെച്ചിട്ട് പറ്റത്തില്ല. എനിക്ക് ഓടിക്കാൻ പോലും പറ്റത്തില്ല. മനസ്സിലായോ? വേടാ കണ്ടി വിളിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് ഞാൻ ഹാൻഡിക്രാഫ്റ്റ് ആയതുകൊണ്ട് മാത്രം നിനക്ക് സന്തോഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ആ രക്ഷപ്പെട്ടവരുണ്ട് ചേട്ടന്റെ പേടി. ആണ് അത്ര ഗോഡ്. നമ്മള് ഒരു കാലും കൈയും കെട്ടിയിട്ടാണ് ഇപ്പൊ ഓടിക്കുന്നത്. മനസ്സിലായില്ലേ? നേരത്തെ കൈ മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പൊ കാലുമായി. നേരത്തെ ഒരു കൈ മാത്രമാണ്, ഇപ്പൊ കാലും കെട്ടിയ. ഇങ്ങനെ ഞാൻ ഇതൊക്കെ എപ്പ കെട്ടുന്നറിയാ? ഇതൊക്കെ എപ്പ കെട്ടുന്നോ? ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അപ്പൊ കാലും കൈ കെട്ടാ. കുലുങ്ങിന്ന് പറഞ്ഞോണ്ട് കളി തോറ്റ് പേടിച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മുടെ ചെറുക്കനും കഴിഞ്ഞാലും തോറ്റ്. അവൻ വാ തുറന്നിട്ടില്ല അവൻ. പക്ഷേ അവന് സെറ്റിംഗ്സ് ഒന്നും മാറിയിട്ടില്ല. മനസ്സിലായ? അവൻ വാ തുറന്നിട്ടില്ല. ഞാൻ മാറ്റിയത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. അത് നീ മാറ്റിയതാണ്. അത് നീ അടിയാ ഞാൻ 10,000 മൈനസ് ആക്കി. മനസ്സിലായില്ലേ? പക്ഷെ എന്റെ കഴിവുകളെ ഉണ്ടല്ലോ ഈ തോന്നുന്നു. മനസ്സിലായ? എന്നാ അടുത്ത കളിയില് ഫസ്റ്റ് അടിക്കുന്ന അത്രേ ഉള്ളൂ. ഡബ്ല്യു ടോൺ ചേട്ടൻ എല്ലാവർക്കും കൂടെ ഉള്ളതാണോ? എല്ലാവർക്കും ആരും നീ കഴിഞ്ഞ ഒരു 5 കളിയായിട്ട് ഇല്ല ടീമായി ഫ്രെയിമില്. ഞാൻ ഇവിടെ വിടാണ്ടിരിക്കാതെ ഇവിടെ ലൈവ് നോക്കിയാൽ ഞാൻ ഓടിക്കുന്ന രീതി. എനിക്ക് മോശമൊക്കെ എന്ന് അടക്കേണ്ടത് നിന്റെ അടുത്ത് EMI പറ. എന്ന് അടക്കേണ്ടത്
എടാ നീ മോശം EMI ഒക്കെ എടുത്ത് വെച്ചിട്ടാണോടാ EMI ഒന്നുമല്ല. അല്ല നീ മോശം പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടാണോ നീ റേസിംഗ് ഒന്നും കളിക്കാതെ? ഇവൻ നാഗം ബാംഗ്ലൂർ വെക്കായിരുന്നു. ഗോകുൽ ഇങ്ങനെ വിളിച്ച് കളിച്ചൂടെ? പക്ഷേ ഇവനും നൈസ് കേട്ടോ, നീറ്റ് ഡ്രൈവ് നീറ്റാണ്. എന്തോടെ കേട്ടില്ല. നീ ഒരാളും പറഞ്ഞു നീ നല്ലോണം കളിക്കുന്നെന്ന് പറഞ്ഞു കേട്ടോ. നല്ലോണം കളിക്കണമെന്ന് അല്ല വിളിച്ചിട്ട് എന്തോ പറഞ്ഞതുപോലെ നീറ്റ് ഡ്രൈവിംഗ് ആണ്, നീറ്റ് ഡ്രൈവിംഗ് ആണ്. നീറ്റ് ഡ്രൈവിംഗ് എന്ന് ഓഫ് റോഡൊക്കെ കൺട്രോൾ ഗോകു കളിയാ, വണ്ടി പോയി കൈ ഓട്ടത്തിലല്ലേ പൊളി പൊളി. ഗോകു കളിയാ, കളിയാ. കൈയും കാലും വന്ന മറ്റേ കാലും കൂടെ കെട്ടി കളിയാ. സമയം ഉണ്ടായിരുന്നു ഇത്രയും കെട്ടിയായിരുന്നോ? ഒന്നുമില്ല, ഒന്നുമില്ല. നീ അടുത്ത കളി നീ വാ, എനിക്ക് കാണാം. അത്രേ ഉള്ളൂ. ഫ്ലൈയിങ് ആണ്. സംസാരം നീ അടുത്ത കളിയിൽ കാണണം എനിക്ക്. ആര് പ്ലെയറും ക്യാപ്റ്റൻ ഇപ്പൊ ഫിനിഷ് ചെയ്യും. നമ്മള് വിട്ടു കൊടുത്തില്ലേ ചേട്ടാ? അങ്ങനെ വല്ല ചേർക്കാൻ കളിച്ചാണ്. സൂപ്പർ കാർ വിട്ടെടുത്തതല്ല ഗ്യാസ് കളിച്ച ഞാൻ ഗ്യാസ് ഒരു വട്ടം തിരിച്ച് നിർത്തി തന്നു. ഞാൻ വീണ്ടും കേറി എടാ ഗ്യാസ്ട്രോ, ഞാനൊരു കാര്യം പറയട്ടെ, നീ മറ്റേ മോശമൊക്കെ ഇടുക. നീ മറ്റേ എന്തോ ബീച്ച് ടർട്ടിൽ ബീച്ച് എടുക്കാൻ പോകില്ലേ? അത് കിട്ടിയിട്ടില്ല. പാട്ടി എന്തായാലും കാര്യമില്ലല്ലോ നോക്കൂ. പടല്ലേ ആ കഴിഞ്ഞു റേസ് ചെയ്ത് എന്താ കാര്യം എന്താ? ആ ഞാൻ ലാസ്റ്റിലാപ്പ ഞാൻ അത്രേ ഉള്ളു. എനിക്ക് ഫ്രെയിം ചെയ്ത് അടുത്തൊരു മാച്ച് ഉണ്ടെങ്കിൽ അതെന്റെതാ. എടാ ഒരു പോയിന്റ് മൈനസ് ചെയ്തരാ നിന്റെ അത് മനസ്സിലായി. ഇപ്പൊ എങ്ങനെയായിരുന്നു നീ സെക്കൻഡ് അവസ്ഥ ബാക്കിയെല്ലാം ഡീലേ? This is for Joki, you stupid monkey face Gogu. പറഞ്ഞിട്ടോ അത് വിഷയം. അല്ലെ അടുത്ത കളി നീ ജയിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നീയാണ് കെട്ടില്ലോ ഞാൻ പറയും. എന്റെ വായി കേൾക്കും നീ. ഉറപ്പാണോ? ആ ഉറപ്പാണോ അളിയാ? ഉറപ്പാ. ഈ ലോകം മൊത്തം പറയും. അതെ ഞാനും പറയും. ടോട്ടൽ പോയിന്റ് ഇനി ഞാൻ ഇത്ര ഡയലോഗ് അടിച്ചല്ലേ, ഞാൻ ഒരു കാര്യം നോക്കട്ടെ, ഞാൻ ഓഫാണോ നോക്കട്ടെ. ഞാൻ നോക്കട്ടെ എന്റെ എന്താണ് ഞാൻ ഓഫ് ആണെങ്കിൽ സ്പീഡ് ഓമീറ്ററിൽ കാണിക്കും. മറ്റേ സ്പീഡ് ഓമീറ്റർ ഇല്ലേ, ഓഡോമീറ്റർ ഇല്ലേ അത് കാണിക്കും. അതിൽ STM മറ്റേ PC എന്റെ രണ്ടും ഓണാ ട്രാക്ഷൻ ഇത് TCR രണ്ടും ഓഫാ. ഞാൻ ഓഫ് ആയിട്ട് വിളിക്കുന്നത്. ഇനിയിട് ഞാൻ സ്റ്റെബിലിറ്റി മാത്രം ഓഫാക്കി. അല്ലാത്ത വേണോ? എന്തരാ തീർന്ന് അയ്യോ അത് ഈ സ്റ്റെബിലിറ്റി കാര്യമുണ്ടോ ഗോകു? സ്റ്റെബിലിറ്റി ഇട്ട കാര്യമുണ്ടോ? ഞാൻ ഇന്നേ ഇട്ടിട്ടില്ല അവസാനം ഓഫാ. സ്റ്റെബിലിറ്റി ഇട്ടാലും കളിക്കാനല്ല ഓൺ ചെയ്യുമ്പോ കുറച്ചുകൂടെ സ്മൂത്ത് ആകത്തേ ഉള്ളൂ. ആണോ? ഓണാക്കി നോക്കട്ടെ. ഓഫാക്കിട്ട് കളിക്കുന്ന നല്ലത്. ശീലിച്ച് ഞാൻ പറഞ്ഞ ഈ ഗെയിംസിനൊക്കെ അസിസ്റ്റ് ഉണ്ടോ? കുറെ അസിസ്റ്റ് ഇല്ലാത്ത കുറെ റോ ഗെയിംസ് കളിക്കുമ്പോ അതില്ലാതെ കളിക്കുന്നത്. ഞാൻ ഇത് ഓൺ ചെയ്ത് കളിച്ച് ശീലിച്ചോണ്ടാ ഞാൻ ഇട്ടേക്കുന്നത്. ഓഫായി കളിക്കുന്നതല്ല. ആണോ? മഞ്ഞാണ് വേണോ? മഞ്ഞ് വേണ്ടല്ലോ. മഞ്ഞ് വേണ്ട. 150 കിലോമീറ്റർ റേസ് ലാപ്പ് ഉണ്ട്. ഇത് ജോക്കിയല്ല, ഇത് ചേട്ടനാ പറഞ്ഞേക്കുന്നത്. ജയിക്കുന്ന ആൾക്ക് 10,000 രൂപ. എന്നാ പിന്നെ ഞാനൊരു 2,500 രൂപ. 5,000. നീ തോറ്റു കഴിഞ്ഞാൽ 2,500 എനിക്ക് തരണം കേട്ടാ. ഞാൻ എന്റെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് 10,001. അത് കൊള്ളാം. അതെല്ലാം കൂടെ ഉള്ളല്ലേ? 10 സബ് ഈകളെ 5,000 രൂപയാണ്. 5,000 രൂപ നിനക്ക്. ഞാൻ കഴിഞ്ഞ കളിയിൽ ഞാനാണെങ്കിൽ എന്റെ എന്തോ നല്ല ബുദ്ധി കൂടുതൽ ഞാൻ 5,000 10 ഈ പൊട്ടം പുറകെ പോകുന്ന കണ്ടിട്ട് 15,000 അവനെ എന്റെ 5,000 രൂപയുടെ 5,000 പിന്നെ ഇവന്റെ എനിക്ക് ഇവന്റെ വെല്ലുവിളി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഓഫ് റോഡ് ഇല്ല നല്ല റേസ്.
ഇവന്റെ വെല്ലുവിളി അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇവന്റെ. ലാപ്പ് വേണ്ടെന്നാ പറഞ്ഞ. ലാപ്പ് അല്ലാത്തത് ജോക്കി ബ്രോയും കൂടെ സ്റ്റിയറിംഗ് എടുത്തിട്ട് വരണം. ഇത് എന്തുവാന്നറിയാവോ അൾട്ടിമേറ്റ് ബ്രോ, ഇതാണെങ്കിൽ അല്ല പറയുന്നേ കേക്കടാ. അല്ലളിയാ, ഇത് മൊത്തം നീളത്തിൽ വാൾമൗണ്ട് ചെയ്ത് വെച്ചേക്കുവാ. ഇത് എന്തേലും പറ്റിയ താഴെ ഇത് വാങ്ങണം, ടേബിൾ വാങ്ങണം ഇതിന് വേണ്ടി. റാലി കാർ നിങ്ങൾക്ക് ഏത് വേണം? എല്ലാരും കളിക്കുന്നത് മറ്റേ കാർ ഇടണോ? അതോ വോൾസ്വാഗൻ മതിയോ? അല്ല വോൾസ്വാഗൻ മതിയോ? മറ്റേ പോർഷ് വേണോ? പോർഷ് ഉണ്ടോ പഴയത്? എല്ലാരും കളിക്കാൻ Let's go guys. കാലാവസ്ഥ കൊട്ട് the final race. എന്റെ ദൈവമേ, എന്റെ 5000 നേരത്തെ നീ വികലാംഗനെ കണ്ടത് ചെയ്ത് കളി. അതെ അപ്പോട്ടാ പൈസ നമുക്ക് വില ഇറങ്ങട്ടോ. തീവായിട്ടാണ് ചാറ്റില്. ഇത് എന്റെ റേസാണ്. ഇത് നമ്മൾ അടിക്കും. ഗോഡ് മാൻ ഗോട്ടെന്ന് പേരിട്ടത് വെറുതെ അല്ല, ഞാൻ ഇപ്പൊ കാണിച്ചത്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മുക്കിന് നിന്ന് പോച്ചേ നിന്നോ. കഴിഞ്ഞാല് എന്റെ ഞാൻ പറഞ്ഞല്ലോ. ഇനി കഴിച്ച പാസ് നമുക്കത് വേണ്ട. ഇതാണ് കളി. ജോക്കി ഇങ്ങനെ പറഞ്ഞു ആദ്യം തൊട്ട് പാനിക് ആക്കല്ലേ. ഞാൻ ജയിച്ചാ എനിക്ക് 10 എടുക്കാം അല്ലേ? അതെ നിങ്ങൾ 15. നമ്മുടെ ചെറുക്കൻ ഗ്ലൗസ് ഇട്ടോണ്ടിരിക്കുന്നതാടാ, മുളകരിയാനല്ല. അളിയാ, ഇത് നിന്റെ വായില് ഈ എന്റെ വായിന്റെ എവിടാന്ന് വെച്ചാ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്താ അപ്പുറത്തൊരു പെട്ടിട്ട് കിടക്കുന്ന മോനെ? കുറച്ചേരിയ മാത്രമേ ഉള്ളൂ മഞ്ഞ്. 42 കിലോമീറ്റർ. കാട്ട് കോത്ത് കരുപ്പത്തോ ആക്കണ്ടേ? ഇത്ര കൺട്രോൾ ഉണ്ടായിരുന്നു അഞ്ഞില്. നൈസിടെ കൂട്ടാൻ നൈസ് കയ്യെ പോയാൽ മതി. ഹൈസ്കൂളൊക്കെ ഡീമന്റെ ഒക്കെ ഒരു പവർ കേട്ടില്ലേ? എനിക്ക് മാത്രം ഒരു ഗിയർ എക്സ്ട്രാ തരാം. പോലെ കൺട്രോൾ ആയി. നമ്മളുണ്ട് കല്ലടിച്ചുണ്ടാ. പിടിക്കുകയും കൊട്ടുപൂച്ചി കോ കടപ്പോ പറഞ്ഞ പാറയും കൊണ്ട് ചിലപ്പോ കിടന്നു പോകാം. അവരെ പോയി വണ്ടി അനങ്ങുന്നില്ല ജോക്കി. റീസർക്കാരോട് ചോദിച്ചു പിടിച്ചു. എനിക്ക് രാത്രി ആയതുകൊണ്ട് ഭയം കാണുന്നില്ല. വായിലെന്തരാ പുണ്ണാക്ക.
അത്രേ ഉള്ളു കേട്ട് കൊടുക്കണം തോയിനൊരു കണ്ടത്തേക്ക് എച്ചടി ഫോക്കസ് ആണ് കയ്യെ നീ ഒന്ന് വിളയാടിയാ ഞാൻ നമ്മള് ഇല്ലല്ലോ നമ്മളങ്ങനെ പറയാം നിന്നെയും പറയുന്ന പുളയാടൻ ഇവിടെ കാളി കിടപ്പോണേ വളർന്നു എടാ ഡീമ നീ നിങ്ങളുടെ രണ്ടാമത് ഈ കളി കഴിയുമ്പോ ഞാനും ടീമിനും മാത്രം പൈസക്കാരൻ കുഴപ്പമില്ല. എനിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്ലോങ് പോകും. അല്ല അവരെല്ലാം മിസ്സായി അത് ഷോട്ടൊക്കെ പോയി ഔട്ടാക്കി തന്നെ അടിച്ച് പുറത്ത് മതി. അസുഖം എന്റെ കൂടെ ഇടിച്ചു പോയി ജോക്കി ഇവിടെ ഉണ്ടാളിയാ ലൈവും കാണുന്നുണ്ട് നമ്മുടെ ഒന്നും പറയില്ലേ? പറഞ്ഞു വെച്ചിട്ടില്ല. നമ്മളൊന്ന് വികലാംഗനായി പോയപ്പോ എന്തൊക്കെ ഡയലോഗാണ് ഇതെന്താ ഇങ്ങനെ എന്റെ ബഗ്ഗാടാ റീസൺ അടിച്ചപ്പോ ശരി തന്നെയാ മിസ്റ്റേക്ക് ചെയ്യണ ടൈമാ എന്തിനാ നീ ടീമ ഫസ്റ്റ് എടുത്തോളാം അവന് കുറച്ച് ആവശ്യങ്ങളൊക്കെ നമുക്ക് ടോക്കിയുടെ പൈസ മതിയല്ല നമുക്ക് നമുക്കത് മതി നമുക്കത് മതിയാണ് അങ്ങനെ പറയല്ലേ ഗോകു, അങ്ങനെ പറയല്ലേ. ടീമിന് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ നീ ഒരു കഴിവില്ലാത്ത ആൾക്കാരെ ചോദിക്കത്തില്ലേ? നമുക്ക് എന്തായാലും ആനും അണ്ണാ പൈസക്കാരനാവുമല്ലോ. ചെറുക്കനും പൈസ എനിക്കും പൈസ, ഞാൻ ഗ്രീഡി ആവല്ലോ. മനസ്സിലായില്ലേ? അതാണ് ഡബിൾ മെന്റാലിറ്റി. മെന്റാലിറ്റി അവന് ഭ്രാന്താവും പൈസ ഓണ വഴിയിൽ പുല്ലോലും പറിക്കുന്നില്ല. പുല്ല് പറിക്കാൻ നിന്റെ കാടല്ലോടാ. സമ്മതിച്ച് ഞാൻ കോട്ടാന്ന്. എന്ത് വേടാ ചാറ്റ് രണ്ടാം മതി ഒരു അടി എന്തേലും ടൈം ബീഫ് മന്തിയാണോ ഇഷ്ടം, ചിക്കൻ മന്തിയാണോ ഏതാണ്? ഗോട്ട് മന്തി. നീ എനിക്ക് ടൂക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലേ അതാണ് അവന് ഇഷ്ടം. ഒരു കമ്പാക്കും ഇല്ല. അത് അവൻ നേരത്തെ പറഞ്ഞ എക്സ്ക്യൂസ് അതാണെങ്കിൽ നമ്മള് അവനെ കണ്ണ് കാണാത്തോണ്ട് കണ്ണിൽ ചെന്ന് ഇടിച്ചു. നീ കണ്ടോണ്ടിരിക്കുകയാണ് എന്റെ ഞാൻ കണ്ടില്ല കേട്ടോ, നിന്റെ മുന്നേ വെച്ചല്ലേ ഞാൻ മാറ്റിയത്. ഞാൻ ശ്രദ്ധിച്ചില്ല. എക്സ്ക്യൂസ് ഞാൻ മറ്റേ സെറ്റിങ്സ് മാറിപ്പോയെന്ന് തീട്ട എക്സ്ക്യൂസ് ഒന്നും ഞാൻ പറയില്ല. എനിക്ക് അതുകൊണ്ടാണ് കളിക്കാൻ പറ്റുന്നത്. മനസ്സിലായി? നീ നല്ല ടൈം കിടക്കുമല്ലേ കണ്ണാണെന്നില്ലല്ലേ? നിങ്ങൾ ഇവിടെ കഴിവോടെ നിൽക്കുകയാണ് ഈ ടോപ്പിക്ക്. അളയാ നമ്മള് ഈ എക്സ്ക്യൂസ് നമ്മള് കൈ കെട്ടി വെച്ചു, കാല് കെട്ടി വെച്ചു, 10 മിനിറ്റ് കഴിയുമ്പോൾ തലയും കൂടെ കെട്ടി വെച്ചു. ഇല്ല ചേട്ടാ, കൈ കെട്ടി വെച്ച് കഴിഞ്ഞു. ഇനിയാണ് ചോദ്യം. കഴിഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ ഇതിൽ പറഞ്ഞല്ലോ, ഞാൻ
അവൻ ജയിക്കുകയാണെങ്കിൽ അവനാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയാമെന്ന് പറയാൻ പറഞ്ഞു. അത് ചെറുക്കൻ ഇതൊക്കെ കണ്ടിട്ടാ. എന്റെ കോൺഫിഡൻസ് മനസ്സിലായില്ലേ? മാറിക്കിടന്നു ഞാൻ ആർക്കറിയാം ഗെയിമിന്റെ ഇടയ്ക്ക് കൂടി സെറ്റിംഗ്സ് ഔട്ട് ചെയ്ത് അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. ഗെയിം കളിക്കുമ്പോൾ മാറ്റാൻ പറ്റത്തില്ല. ഇനി ആർക്കറിയാം ഗെയിം കഴിഞ്ഞിട്ട് മാറ്റിയിട്ടാണോ നമ്മളെ ലൈവ് കാണിച്ചെന്ന് ആർക്കറിയാം. ഞാൻ ഡിസ്കോഡ് ലൈവ് ഇട്ടാ ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. കണ്ടിട്ട് ഇനി അങ്ങനെ പറഞ്ഞാൽ പോരെ. തത്സമയമായിരുന്നു കയ്യവൻ. വിഷമം കാണും. ഒരു ഭാഗ്യം, നിനക്കൊരു ലക്ക് ഉള്ളതുകൊണ്ട് എന്റെ സെറ്റിംഗ്സ് മറക്കുന്നുണ്ട്. ആ 10,000 നിനക്ക് സേവ് ആയി. കുഴപ്പമില്ല. ചെറുക്കൻ ഇന്ന് മറ്റേ ഇത് എന്തൊരു പറഞ്ഞ മറ്റേ കണ്ണാടി വെച്ച് സ്ട്രീം ചെയ്യത്തുള്ളൂ. സൂപ്പർ അല്ലല്ലേ അത് ഡബ്ല്യൂ ആയിരുന്നു, ശബദം ഡബ്ല്യൂ ആയിരുന്നു. പക്ഷെ നമ്മള് റേസി ഒരു ലാപ്പ് പുറകെ കിടന്നിട്ട് നമ്മള് ടാറ്റ ബൈ പറഞ്ഞിട്ട് അവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ ഒന്നും ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഭയങ്കരമായിരുന്നത്. അയ്യോ അങ്ങനത്തെ ഗതികേടുണ്ടല്ലോ. മാറി എന്നെ കൊണ്ട് കളിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല. സെറ്റിംഗ്സ് മാറി ഇത്ര നാള് കളിക്കാത്ത സെറ്റിംഗ്സിൽ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. നീ ആണെങ്കിലും കളിക്കാൻ പോകണ്ടല്ലേ. വെടിവെക്കാൻ പറ്റാത്തതുകൊണ്ട് നീ 1000 സെൻസിറ്റീവ് മാറ്റും. നീയാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. കേട്ടിട്ട് തന്നെ ഊരുന്നു. ഓ ഇത് ഒന്നെടാ നീ എന്തിനാടാ ഇങ്ങനെ ഈഗോ നിനക്കെന്തിനാണ് എന്റെ വെടിയിൽ പോണ്ട ആവശ്യം എന്താണ്? എന്റെ വെടിയിൽ പോണ്ട ആവശ്യം എന്താണ്? എനിക്കറിയേണ്ടത് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന നീ, ഞാൻ പറയുന്ന കേക്കടാ, വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന നീ എന്തിനെന്റെ വെടിയെ പറയുന്നു? നീ എന്തിനെന്റെ വെടിയിൽ പോയി? നീ എന്തിനെന്റെ വെടിയിൽ പോയി? എടാ വണ്ടി ഓടിക്കുന്നെങ്കിൽ വണ്ടി ഓടിക്കൂ. നീ എന്തിനെന്റെ വെടിയിൽ പോയി? നീ എന്തിനെന്റെ വെടിയെ പറഞ്ഞു? നീ അല്ലടാ പറഞ്ഞ എന്റെ വെടിയുടെ സെൻസിറ്റിവിറ്റി മാറ്റിയത്. കഴിവറാ മോനെ, മുമ്പിൽ തരം പറയുന്നു. എന്റെ വെടിയുടെ സെൻസിറ്റിവിറ്റി മാറ്റിയിരുന്നു. ഈ അല്ലടാ പറഞ്ഞ സെൻസിറ്റിവിറ്റി മാറ്റുമെന്ന്. ആ വീട് കാര്യമാണ് ഞാനും പറയുന്നു. അതെന്തിനു നീ എവിടെ പോണം? ഇത് ഭയങ്കര ഞാൻ പറയുള്ളൂ. കഴിഞ്ഞ കളിയേ നീയാണെങ്കിൽ പറഞ്ഞതിന് ഒരു കയ്യും കണക്കുമില്ല. എന്തൊക്കെയായിരുന്നു അതെ? അത് നീ കാണിച്ചു, നീ പറഞ്ഞോണ്ടോ? നീയാണ് പറഞ്ഞു ആദ്യം കൈ കെട്ടി വെച്ച്, പിന്നെ പറഞ്ഞു കുറച്ചേരം കഴിഞ്ഞ് കൈയും കാലും കെട്ടി വെച്ച്, കുറച്ചേരം മൊത്തത്തിൽ കെട്ടി വെച്ച്. കണ്ടില്ല അളിയാ, ഇപ്പൊ ഞാൻ പോണ പോക്ക് കണ്ടില്ല അളിയാ. അത് ഞാൻ ഒന്നും പറയാണ്ട് ഞാൻ ആ പാറൊക്കെ കണ്ണിൽ കണ്ണാടി, കണ്ണാടിയാണ്. അമേസിംഗ് ആണത്. കണ്ണിൽ കണ്ണാടി. അവന് വണ്ടി ഓടിക്കുന്നതേ കാണാൻ പറ്റുന്നില്ല. ഒരു മിസ്റ്റേക്ക് ആവാടാ. തമാശ പറഞ്ഞതാ. പൈസ മാറ്റൊന്നല്ല കളിക്കാൻ വേണ്ടി ഇനിയിപ്പോ അടുത്തെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൈസയും കൂടെ ഇറക്കുമ്പോഴത്തേക്കിന് ചേച്ചി എന്തായാലും സീനാക്കും, ഡിവോഴ്സും ആവും, ജോലിയും പോവും, തീർന്ന് തീരുമാനമാവും. പക്ഷെ അണ്ണൻ പറഞ്ഞ ഓർമ്മ ഉണ്ടായി. പൈസ ഇടുമ്പോ ഞാൻ ജയിക്കണമെങ്കിൽ എനിക്കാണെ പൈസ എന്ന് പറഞ്ഞാണ്. ഇല്ല അണ്ണാ, നീ 60 സെക്കൻഡ് പിറകിലായിരുന്നു. അടുത്തൊന്നും പറയില്ല കേട്ടാ. നിന്റെ അടുത്തല്ലടാ, ഡോൺ ചേട്ടന്റെ അടുത്ത്. നീ ഇപ്പൊ ലൈവിലുള്ള ചേച്ചിന്ന് വിളിച്ചില്ലേ? ഞാൻ ഇതെടുത്ത് ഈ പോസ്റ്റ് എടുത്തിട്ട് കേൾപ്പിക്കും. അല്ലല്ല, ഞാൻ പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാൻ വേണ്ടി റാണിന്ന് പെട്ടെന്ന് റാണിന്ന് വന്നില്ല പെട്ടെന്ന്.
തുടങ്ങിയില്ലേ പറയട്ടെ. ജോക്കി ഞാൻ ചായ കുടിക്കാൻ പോകുന്നത് ഞാൻ കാട്ടിട്ടോണ്ടിരിക്കുന്നു നീ കാട്ടോണ്ടിരിക്കുന്ന നിന്റെ കണ്ടി കാണാൻ താഴെ ഇപ്പുണ്ട് അവന്റെ വായിലോട്ട് വെച്ചോളെ. എന്തൊക്കെ പറഞ്ഞു കേട്ടോ വേണോന്ന് എന്തൊക്കെ വേണോ എടാ അന്താ പറ ഇതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുവാ. ജോക്കി ഞാൻ ജോക്കിയോട് പറഞ്ഞില്ല ആ തുടക്കത്തിൽ മിസ്സായി പോയി ജോക്കി. ഈ രാത്രി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജോക്കി. ഇത് രാത്രി എന്ത് ഇങ്ങനെ എവിടെ റോഡ് എവിടെ ചെറുതോടെ നമ്മൾ ചായ കുടിച്ചിരുന്നത് എന്തിനു വെയിറ്റ് ചെയ്യണം. ജോക്കി എനിക്ക് വിഷമമുണ്ട് ജോക്കിയുടെ പൈസ പോയല്ലേ. പക്ഷെ അത് കുഴപ്പമില്ല, അത് നാളെ തിരിച്ചു പിടിക്കത്തില്ലേ. വിധി 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 നാളെ സപ്പയണം നമുക്ക് എങ്ങനെ പൈസ കൂട്ടി 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 ഇതൊരു ജീവിതകാല കടമാക്കിയാലോ. മരിക്കുന്നതിനൊക്കെ ലൈവ് ഒക്കെ ഇട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചൊക്കെ വിളിക്കാം. കണ്ടന്റ് പോലെയാ ഉറപ്പാണ്. കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച പറ്റും നമുക്കിതൊരു ജീവിതകാല കടമാക്കാം. ഓരോ ദിവസം കൂട്ടി 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 ഒരു 2-3 മാസം കഴിയുമ്പോൾ നീ എനിക്ക് 50, ഞാൻ നിനക്ക് 1 കോടി രൂപയും നീ എനിക്ക് 50 ലക്ഷം രൂപ ചെയ്താണ്ട് അല്ല നമ്മൾ രണ്ടുണ്ടായാലും അറിയില്ല അളിയും പറയും. അതാ അടുത്ത ഡബിള് ട്രിപ്പിള് അളിന് എത്ര ദിവസം കഴിയുന്ന 10 ദിവസം പൈസ എന്റെ ഇങ്ങനത്തെ മാച്ചിൽ കുറച്ച് ടൈറ്റ് കോമ്പറ്റീഷൻ വന്നാലേ ഒരു രസമുള്ളൂ. ഇതൊന്നും കണ്ടില്ലല്ലോ. കഴിഞ്ഞ കളി അത് തന്നെ ഞാൻ പറഞ്ഞത്. നിനക്ക് മനസ്സിലായോ കണ്ടി നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലല്ലായിരുന്നു കഴിഞ്ഞ കളി നമ്മള് അതാ ഞാൻ പറഞ്ഞ ഞാൻ ആ കളി കണ്ടില്ലടാ ഫസ്റ്റ്. അത് മറ്റേ മഞ്ഞാണെന്നാ വിചാരിച്ച ആദ്യം. ഇത് നമ്മള് മഞ്ഞാനും പറഞ്ഞ് കല്ലിലടിച്ചു, കഴിഞ്ഞ ആൾ ഇതിന്റെ കൈയും കാലും കെട്ടി വെച്ചു, അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാനും ആ കല്ലടിച്ചു നണ്ടായിരുന്നടാ നീ രണ്ടാമത്. ആ കല്ലി അടിച്ചിട്ട് ഞാൻ നോക്കി നിലവിളിക്കുന്നുണ്ടായിരുന്നടാ. ഇടിച്ചിടിച്ച് എന്തിനാടാ ഇങ്ങനെ ഓരോ അപവാദം പറയുന്നേ? ഇതൊക്കെ ലൈവില് നടക്കുക ചേട്ടാ. ലൈവില് ഇതൊക്കെ കഴിഞ്ഞ മാച്ചിലെ കാര്യങ്ങളല്ലേ, പിന്നെ ഓർത്തിരിക്കുവാണോ നിങ്ങൾ ഇതൊക്കെയാണ്? കല്ലിലിടിക്കുമ്പോൾ അവന്റെ വണ്ടി ഇടിച്ചപ്പോ എനിക്കൊന്ന് വേദനിച്ചു, അതുകൊണ്ട് ഞാനൊന്ന് അലറി, അത്രയേ ഉള്ളൂ. പിന്നെ വണ്ടി കയറി ഇടിച്ചടാ കാടാ കേറി പോടാ. നീ കഴിഞ്ഞ കളി എടുത്തിട്ട് നീ ഊമ്പിച്ചല്ലേ കുറച്ച് തരണമല്ലോ എനിക്ക്. കാരണം നീ ഒരു ബോട്ടിന്റെ അടുത്താണ് നീ ഞാനിപ്പോ പോയിന്റ് ടേബിൾ എത്രാമതാ? കഴിയുമ്പം തണുപ്പോലെ. ഞാൻ രണ്ടാമത് എത്ര പോയിന്റ് ഉണ്ട് എനിക്ക്? നീ 5, ഗോകു 5, ഗോകു 4. ഓ ഗോകുന് 6 പോയിന്റ് ഉണ്ട്. ഷിറ്റ്. നിന്റെ ഒരു പോയിന്റ് കുറയുകയും ചെയ്തോ അതും കൂടെ. അതാ പറഞ്ഞ അപ്പൊ പ്രാങ്ക് ആയിരുന്നു അഭിചരണ, പ്രാങ്ക് ആണെന്ന് പറ. ആ പ്രാങ്കിൽ ഡീമൻ കൊത്തി. തോയി ലാസ്റ്റ് തന്നെ ഓർമ്മിച്ചല്ലോ. നീ മുടിഞ്ഞു പോത്തോളാം. നീ മുടിയും. എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി അന്ത കണ്ണാടിയും വെച്ചിട്ട് സുഖകാണും കളിക്കാൻ നേരം വന്നോണ്ടല്ലോ. ചടത്തിടുന്നില്ല ചാലഞ്ച് കൊടുത്ത് ജോക്കിയ വൃത്തിയായിട്ട ചാലഞ്ച് എനിക്ക് തന്നത്. ഞാനാണെങ്കിൽ മെയില് നോക്കാൻ വേണ്ടി കുത്തിയിരുന്നു, അല്ലെങ്കിൽ ഞാനൊക്കെ എപ്പോഴും ഉറങ്ങിയാണ്. ഇത് തീരുന്ന വരെ ഇത് ഓഫ് ചെയ്യരുതെന്ന്. 8, 6, 4, 3. നാളെ ഞാൻ ലൈവ് ഇടുമ്പോ മെസ്സേജ് ഇടേ, സബ് കഴിക്കണേ. നാളെ ഞാൻ അമ്മൂമ്മയുടെ അവിടെ വരെ പോവാ. ഇന്നലെ ഞാൻ നാളെ ലൈവ് ഇടുമ്പോ 5 മിനിറ്റ് തോറും വന്ന് മെസ്സേജ് ഇടണം, ജോക്കി സബ് ചെയ്തോ കേട്ടാ. അങ്ങനെയാണ്, അത് ബാഡ് ഡേ ആയിരിക്കും. ഒരു ബാഡ് ഡേ ആണ്. കുറച്ച് നാൾക്ക് ശേഷമല്ലേ നമ്മൾ കളിക്കുന്നത്. PC ഒക്കെ ഇന്നല്ലേ ഓൺ ആക്കുന്നതല്ല ശരിയാവും. 2 ദിവസം അടുപ്പിച്ച് ലൈവ് ഇടുമ്പോ നമ്മള് സെറ്റ് ആവൂലേ.
നാളെ സെറ്റിങ്സ് മാറി കിടന്നപ്പോ ഒന്ന് എൻജോയ് ചെയ്ത് കുഴപ്പമില്ല. എടാ നമ്മള് പെട്ടെന്ന് മോശം ഇതിനകത്തോട്ട് വന്നപ്പോ പെട്ടെന്നുള്ള ഒരു മാറ്റം അങ്ങനെ കുറെ കാര്യങ്ങൾ എന്റെ അതല്ല കോമഡി. ഓരോ മുക്കെത്തുമ്പോ ഞാൻ ഹാൻഡിക്യാപ്ഡ് എന്റെ കൈ കെട്ടി വെച്ചു, അടുത്ത മുക്കെത്തുമ്പോ ഞാൻ ഹാൻഡിക്യാപ്ഡ് എന്റെ കൈയും കാലും കെട്ടി വെച്ചു. ഇപ്പൊ കൈ കാലും കെട്ടാത്ത കോക്കറ്റ് നിങ്ങൾ കണ്ടില്ലേ? അതൊക്കെ എത്ര ഒരു 5000 പോയില്ലേ ചേട്ടാ? അപ്പൊ മിസ്റ്റേക്സ് ഒന്നും കാണിക്കാൻ തീകളിനെ കഴിഞ്ഞ കളി കിട്ടില്ലായിരുന്നോ? എന്റെ Tankyu so much for the 10 subscriptions. Thank you so much.